ഫ്രണ്ട്സ്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എപ്പിസോഡാണ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവാണ്. എല്ലാ പ്രമുഖ യൂട്യൂബേഴ്സും, മെയിനായിട്ടുള്ള എല്ലാ യൂട്യൂബേഴ്സും, ഹ്യൂജ് നമ്പർ ഓഫ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബേഴ്സ് എല്ലാവരും മറച്ചു വെക്കുന്നൊരു സത്യമുണ്ട്. ആ സത്യമാണ് ഞാൻ നിങ്ങൾക്ക് ഇതിനകത്ത് പറഞ്ഞുതരാൻ പോകുന്നത്. ആ രഹസ്യമാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങൾ ഈ സത്യം അറിഞ്ഞില്ലെങ്കിൽ, ഈ രഹസ്യം അറിഞ്ഞില്ലെങ്കിൽ ഹ്യൂജ്ലി ഡേഞ്ചറസ് ആണ്. നമ്മൾ പല യൂട്യൂബേഴ്സിനെയും യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രൈബർ നമ്പർ വെച്ച് വിലയിരുത്തും. ശരിക്കും നമ്മൾ ആലോചിക്കും, ഈ പുള്ളിക്കാരന് 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അപ്പം വലിയ യൂട്യൂബർ ആയിരിക്കും. അല്ലെങ്കിൽ ഈ പുള്ളിക്കാരന് 50,000, 2 ലക്ഷം, 3 ലക്ഷം ഒക്കെ സബ്സ്ക്രൈബർ ഉണ്ടായിരിക്കും, വലിയ ആളായിരിക്കും. അങ്ങനെ നമ്മൾ വിലയിരുത്താറുണ്ട്. സോ നമ്മൾ അതിനെ ബേസ് ജഡ്ജ്മെൻറ്റ് ചെയ്യും. പക്ഷേ നിങ്ങൾ ആലോചിക്കണം, 3 ലക്ഷം സബ്സ്ക്രൈബർ ഉള്ള ഒരാളിന് എങ്ങനെ 5 ലക്ഷം വ്യൂസ് വരുന്നുണ്ട്? അല്ലെങ്കിൽ 50,000 സബ്സ്ക്രൈബർ ഉള്ള ഒരാളിന് എങ്ങനെ 5 മില്യൻ്റെ വ്യൂസ് വരുന്നുണ്ട്? നിങ്ങൾ ആലോചിക്കണം, എന്തുകൊണ്ടായി കാര്യം? എന്താ കാര്യം? ശരിക്കും യൂട്യൂബിന് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബിന് വേണ്ടുന്നത് ഒരു യൂസർ പോയിന്റ് ഓഫ് വ്യൂവിലാണ് യൂട്യൂബ് ചിന്തിക്കുന്നത്. ഒരു യൂസർ യൂട്യൂബിൽ കയറുമെന്ന് വെച്ചോ, പുള്ളിയുടെ ഫോൺ എടുത്ത് യൂട്യൂബിൽ കയറുമെന്ന് വെച്ചോ, ആ പുള്ളിക്കാരൻ യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ആ യൂട്യൂബിൽ നിന്ന് പുള്ളിക്കാരൻ ഒരിക്കലും ഇറങ്ങരുത് എന്നതാണ് യൂട്യൂബിൻ്റെ മെയിൻ ആയിട്ടുള്ള എയിം. സോ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ, ആ പുള്ളിക്കാരൻ, ആ കാണുന്ന യൂസറിന് തക്കോണായ വീഡിയോസ്, യൂസറിന് പറ്റിയ വീഡിയോസ് കാണുമെന്ന് യൂട്യൂബ് എക്സ്പെക്ട് ചെയ്യുന്ന വീഡിയോസ് പുള്ളിക്കാരൻ്റെ ഫ്രണ്ട് പേജിൽ, ഹോം പേജിൽ വന്നുകൊണ്ടിരിക്കും. യൂട്യൂബ് ജസ്റ്റ് സബ്സ്ക്രൈബേഴ്സിന് മാത്രമല്ല വീഡിയോ അയച്ചു കൊടുക്കുന്നത്. ആലോചിക്കണം, പിന്നെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നിങ്ങളുടെ വീഡിയോ കിട്ടത്തുമില്ല. അത് മനസ്സിലാക്കണം. നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം നിങ്ങളുടെ വീഡിയോ കാണുന്നതുമില്ല. ബെല്ലൈക്കണൊക്കെ പ്രസ് ചെയ്യാനൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷേ എന്നാലും ആരൊക്കെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്നുണ്ട് റിയാലിറ്റിയിൽ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ശരിക്കും നിങ്ങളുടെ വീഡിയോസിനെ ബേസ് ചെയ്താണ് യൂട്യൂബ് ഓഡിയൻസിനെ നിശ്ചയിക്കുന്നത്. ഇറ്റ് ക്യാൻ ബി സബ്സ്ക്രൈബേഴ്സ് ഓർ നോൺ സബ്സ്ക്രൈബേഴ്സ്. ഈ വ്യൂവേഴ്സ് ക്യാൻ ടേൺ ടു സബ്സ്ക്രൈബേഴ്സ് എന്ന് വേണം ഞാൻ പറയാം. നിങ്ങളുടെ വീഡിയോ യൂട്യൂബ് പ്രെഡിക്റ്റ് ചെയ്യുവാണ്, ഇന്ന ആൾക്കാർക്ക് അയച്ചു കൊടുത്താൽ ഇവർ കാണും, ലൈക്ക് ചെയ്യും, ഇഷ്ടപ്പെടും, സബ്സ്ക്രൈബ് ചെയ്യും എന്നൊക്കെ യൂട്യൂബ് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആ യൂട്യൂബ് നിങ്ങളുടെ വീഡിയോയെ പല ആൾക്കാരെയും ഫ്രണ്ട് പേജിൽ വരുത്തിക്കുമ്പോഴത്തേക്ക് അതാണ് നിങ്ങളുടെ പൊട്ടൻഷ്യൽ മാർക്കറ്റ്. അതിൽ നിന്നാണ് നിങ്ങളുടെ വ്യൂവേഴ്സിന് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇപ്പം 100 പേരുടെ സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ അതിൽ എത്ര % ആൾക്കാർ അത് ക്ലിക്ക് ചെയ്ത് കാണുന്നുണ്ട് എന്ന് യൂട്യൂബ് നോക്കും. ശരിക്കും യു ഹാവ് ടു ബി ഫോക്കസ്ഡ് നോട്ട് ഓൺലി ഓൺ യുവർ സബ്സ്ക്രൈബേഴ്സ്. നിങ്ങളുടെ ഔട്ട്സൈഡ് ദ വേൾഡ്, നിങ്ങളുടെ പുതിയ സബ്സ്ക്രൈബേഴ്സിനാണ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് വീഡിയോ ഇടേണ്ടതെന്ന്. എന്നാലേ നിങ്ങളുടെ ചാനൽ ഗ്രോ ചെയ്യത്തുള്ളൂ, നിങ്ങളുടെ നമ്പർ ഓഫ് വ്യൂസ് കൊടുത്തോളൂ, നിങ്ങളുടെ നമ്പർ ഓഫ് സബ്സ്ക്രൈബേഴ്സ് കൊടുത്തോളൂ. നിങ്ങളുടെ ഓൾറെഡി യു ഹാവ് സബ്സ്ക്രൈബേഴ്സ്, അവർ നിങ്ങളുടെ വീഡിയോ കാണുന്നുണ്ടാവും, കാണുന്നില്ലായിരിക്കും. ലെറ്റ് ഇറ്റ് ബി എ നമ്പർ, ലെറ്റ് ഇറ്റ് ബി ജസ്റ്റ് എ നമ്പർ. ആദ്യത്തെ ഒരു 10, 15, 20 വീഡിയോസൊക്കെ നിങ്ങൾ ചെയ്യുമായിരിക്കും. ഞാൻ ചെയ്ത കാര്യം ഞാൻ പറയുന്നത്. ഞാൻ ചെയ്ത എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത്രയും വീഡിയോസ് ഞാൻ ചെയ്തിട്ട് എനിക്ക് എങ്ങനെ പോലും ഒരു വീഡിയോയിൽ എനിക്കൊരു 200, 300 കൂടുതൽ വ്യൂസ് എനിക്ക് വരുന്നേ ഇല്ല. എങ്ങനെ പോയിട്ടും വരുന്നേ ഇല്ല. 1 മാസം കിടക്കുന്ന, 2 മാസം കിടക്കുന്ന വീഡിയോസ് എന്നിട്ടും വരുന്നില്ല. ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റിൽ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, പല വാട്സാപ്പ് ഗ്രൂപ്പ്സിലോട്ട് ടക്ക് എന്ന് പറഞ്ഞ് സംഭവം ഫോർവേഡ് ചെയ്യുക, ലിങ്ക് ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ അന്ന് എൻ്റെ ഫോണിൽ ഒരു 50 പരം വാട്സാപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ഫോർവേഡ് ചെയ്യാൻ വേണ്ടി, ലിങ്ക് ഫോർവേഡ് ചെയ്യാൻ വേണ്ടി. അതിലുള്ള പ്രശ്നമാണ് എനിക്ക് ലേറ്റർ ഒരു 9 മാസം കഴിഞ്ഞിട്ട് എനിക്ക് സംഭവം മനസ്സിലായത്. ഇങ്ങനെ ലിങ്ക് ഫോർവേഡ് ചെയ്തപ്പോഴത്തേക്കുള്ള എനിക്ക് കിട്ടിയ പണി. ആ പണി എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങൾ ഒരിക്കലും വിചാരിക്കും വാട്സാപ്പ് ഗ്രൂപ്പിൽ, ഫേസ്ബുക്കിൽ, അവിടെ ഇവിടെയൊക്കെ ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാർ വ്യൂസ് കാണുന്നു. പക്ഷേ അത് ഡേഞ്ചറസ് ആണ് നിങ്ങളുടെ ചാനലിൽ. നിങ്ങൾ ലിങ്ക് ഫോർവേഡ് ചെയ്യാമെന്ന് വെച്ചോ, നിങ്ങളൊരു 50,000 ആൾക്കാർക്ക് ലിങ്ക് ഫോർവേഡ് ചെയ്യുന്ന വെച്ചോ, അതിലൊരു 10% ആൾക്കാർ നിങ്ങളുടെ ലിങ്ക് ഓപ്പൺ ചെയ്ത് ക്ലിക്ക് ചെയ്ത്, അപ്പോൾ നിങ്ങൾക്ക് 5000 വ്യൂസ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിങ്ങൾ ഫോർവേഡ് ചെയ്യുന്നത്. റിയലായിട്ട് എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 50,000 പേർക്ക് നിങ്ങൾ ഫോർവേഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൽ കാണുന്ന 10% ആൾക്കാരെങ്കിലും ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അവർ അതിൽ എത്ര ശതമാനം, 1% ആൾക്കാർക്ക് പോലും നിങ്ങളുടെ കണ്ടന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ടോപ്പിക്കിനോട് അലൈൻ ചെയ്യുന്ന ആൾക്കാരല്ലായിരിക്കും. അവർ വേറെ എന്തെങ്കിലും ടോപ്പിക്ക് പ്രതീക്ഷിച്ചിട്ടോ അവരെന്തെങ്കിലുമൊക്കെ ചുമ്മാ നിങ്ങൾ അയച്ചു എന്താണെന്നറിയാൻ വേണ്ടി ക്ലിക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. സോ നിങ്ങളുടെ കണ്ടന്റ് റിയലായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഓപ്പൺ ചെയ്യുന്ന ആൾക്കാരല്ല ഇതിലുള്ള 99% ഓഫ് ദി ആൾക്കാർ. അങ്ങനെയുള്ള പ്രശ്നം വരുമ്പോഴത്തേക്ക് യൂട്യൂബിൽ അവർ ആ വീഡിയോ കണ്ട് ഒരു 5 സെക്കൻഡ്സ് 10 സെക്കൻഡ്സ് മാക്സിമം ഒരു 30 സെക്കൻഡ്സിന് താഴെ അവർ കണ്ടിട്ട് അപ്പോഴേ സ്കിപ്പ് ചെയ്ത് കളയും വീഡിയോ. അവർ ദി ഗോ ഔട്ട് ഓഫ് ദ വീഡിയോ. അപ്പോൾ യൂട്യൂബിന് എന്താ മനസ്സിലാവുന്ന വെച്ചാൽ, ഈ വീഡിയോ ആരും കാണുന്നില്ലല്ലോ, ഇത്രയും പേർക്ക് ഈ ലിങ്ക് കിട്ടി, ആരും കാണുന്നില്ല. ഇതിലാണെങ്കിൽ മാക്സിമം ആൾക്കാർ 30 സെക്കൻഡേ കാണുന്നുള്ളൂ. എന്താ പ്രശ്നം? ആവറേജ് വ്യൂ ഡ്യൂറേഷൻ ആണെങ്കിൽ 15 സെക്കൻഡേ ഉള്ളൂ. എന്താ പ്രശ്നം എന്നൊക്കെ യൂട്യൂബ് വിചാരിക്കും. നിങ്ങളുടെ വീഡിയോ കൊള്ളത്തില്ല, നിങ്ങൾ മാക്സിമം എഫേർട്ട് എടുത്ത് എല്ലാം ചെയ്ത് അടിപൊളിയായിട്ട് എല്ലാം ചെയ്ത് പ്രസൻറ്റേഷനൊക്കെ ചെയ്ത വീഡിയോ ആയിരിക്കും. പക്ഷേ ഈ ഒരു സെൻഡിങ് ചെയ്ത് ഗ്രൂപ്പ് ലിങ്ക് അയച്ച് നിങ്ങളെ വീഡിയോ നിങ്ങൾ തന്നെ കൊളമാക്കി. പിന്നെ ആ വീഡിയോ ഒരിക്കലും കയറി വരത്തില്ല. കാരണം വീഡിയോയുടെ അകത്തുള്ള ഡേറ്റയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിട്ടൻഷൻ ടൈം ഈസ് ജസ്റ്റ് 20 സെക്കൻഡ്സ്, 25 സെക്കൻഡ്സ്, 15 സെക്കൻഡ്സ്, അത്രയൊക്കെ ഉള്ളൂ. 15 സെക്കൻഡ്സ് ഉള്ള വീഡിയോ എന്തിനാണ് യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുന്നത്? 15 സെക്കൻഡ്സ് ഉള്ള വീഡിയോ ആർക്കെങ്കിലും യൂട്യൂബ് പ്രൊമോട്ട് ചെയ്താൽ അത് 15 സെക്കൻഡേ ആ പുള്ളിക്കാരൻ കാണത്തുള്ളൂ, അല്ലെങ്കിൽ 20 സെക്കൻഡേ കാണത്തുള്ളൂ. നോ ചാൻസ്. അപ്പോൾ യൂട്യൂബ് ആ വീഡിയോസിനൊക്കെ എടുത്ത് താഴെ കൊണ്ടിടും. നിങ്ങൾ റാങ്കിങ്സിൽ താഴെ ഡ്രോപ്പ് ആയി പോകും. സോ ഇതിനെ എതിർക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്, ഇതിനെ മറികടക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ പറഞ്ഞുതരാം.
സോ നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾ ആൾക്കാർക്ക് റോങ് ആയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പ്സിൽ അവിടെ ഇവിടെ ഫേസ്ബുക്കിലൊക്കെ പ്രൊമോട്ട് ചെയ്യുമ്പോഴത്തേക്ക് യൂട്യൂബിൻ്റെ ഓൾറെഡി ആ ഡേറ്റ കുളമായി പോയി. പക്ഷേ യൂട്യൂബിന് അറിയാൻ പോലും പറ്റത്തില്ല ആരായിരിക്കും നിങ്ങളുടെ പൊട്ടൻഷ്യൽ വ്യൂവേഴ്സ് എന്ന് അറിയാൻ പറ്റില്ല. നിങ്ങളുടെ പൊട്ടൻഷ്യൽ വ്യൂവേഴ്സ് ആരാന്ന് യൂട്യൂബിന് മനസ്സിലായാലേ അത് അവരുടെയൊക്കെ ഫ്രണ്ട് പേജിൽ ഹോം പേജിൽ യൂട്യൂബിന് വരുത്തിക്കാൻ പറ്റത്തുള്ളൂ. അത് സെക്കൻഡ് കാര്യമാണ്. സോ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ്, നിങ്ങൾ പുതിയതായിട്ട് ചാനൽ തുടങ്ങുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 0 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ 10 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും. ആ സമയത്ത് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ 10% ഓഫ് യുവർ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട്, അതായത് നിങ്ങൾക്ക് 10 സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ 10% is 1. നിങ്ങളുടെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ 1 വ്യൂ നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ ഹാപ്പി ആവണം. കാരണം നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ വലിയ വലിയ യൂട്യൂബേഴ്സിനെയൊക്കെ നോക്കണം, അവരുടെയൊക്കെ ഏത് വീഡിയോസ് എടുത്താലും ആവറേജ് ആയിട്ടുള്ള ഒരു വ്യൂവർ നമ്പർ, ഒരു വ്യൂ നമ്പർ എന്ന് വെച്ചാൽ, ഒരു വീഡിയോയിലുള്ള വ്യൂ നമ്പർ എന്ന് വെച്ചാൽ അവരുടെ സബ്സ്ക്രൈബേഴ്സിന് 10% ആണ്. ഇപ്പോൾ ആലോചിക്ക് ഏതെങ്കിലും ഒരു 300,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു വ്യക്തി പുള്ളിക്കാരൻ അപ്ലോഡ് ചെയ്യുക വീഡിയോ, അങ്ങനെയാണെങ്കിൽ പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് ഡേ ഓർ ഫസ്റ്റ് വീക്ക് ഓർ അങ്ങനെ ഒരു ആവറേജ് വ്യൂ വരും. ചില വീഡിയോസൊക്കെ എക്സ്പ്ലോഡിങ് വൈറലാവും, പക്ഷേ ആവറേജ് വ്യൂ പുള്ളിക്കാരൻ്റെ 300,000 വ്യൂ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ 30,000 to 50,000 വ്യൂസ് ഒക്കെ ആയിരിക്കും പുള്ളിക്കാരൻ്റെ ആവറേജ് വ്യൂസ്. അതിൽ കൂടത്തില്ല, അതിൽ കൂടും ഓവർ എ പീരിയഡ് ഓഫ് ടൈം കയറി വരും, അല്ലാതെ ഇനീഷ്യൽ ടൈമിൽ അത്രേ കാണത്തുള്ളൂ. സോ നിങ്ങൾ യു ഡോണ്ട് ഹാവ് ടു ബി ക്രേസി അബൌട്ട് ഓൾ സീയിങ് ഓൾ ദിസ് 30,000, ബിക്കോസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് 10 കാണത്തുള്ളൂ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് 20 കാണത്തുള്ളൂ, 30 അല്ലെങ്കിൽ 100 കാണത്തുള്ളൂ. സോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ 10% നമ്പേഴ്സ് എടുക്കണം. 10% നമ്പേഴ്സ് ഇസ് വാച്ചിങ് യു വീഡിയോസ്. അതായത് നിങ്ങൾ ഫസ്റ്റ് വീഡിയോ ഇട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് ഇല്ല, 0 ആണ്, പക്ഷേ നിങ്ങളുടെ വീഡിയോ ഏതെങ്കിലും ഒരാൾ കണ്ടെങ്കിൽ യു ഹാവ് ടു ബി ഹാപ്പി. നിങ്ങളുടെ സബ്സ്ക്രൈബർ നമ്പർ 10 ആണ്, നിങ്ങളുടെ വീഡിയോ ഒരാൾ അല്ലെങ്കിൽ 2 പേര് കണ്ടെങ്കിൽ യു ഹാവ് ടു ബി ഹാപ്പി. നിങ്ങളുടെ സബ്സ്ക്രൈബർ നമ്പർ 100 ആണ്, നിങ്ങളുടെ വീഡിയോ 10 പേര് ഉണ്ടെങ്കിൽ യു ഹാവ് ടു ബി ഹാപ്പി. നിങ്ങൾ വീഡിയോയുടെ ലിങ്ക്സ് ആർക്കും സെൻഡ് ചെയ്യരുത്. ജസ്റ്റ് പോസ്റ്റ് യു വീഡിയോസ് ഓൺ യൂട്യൂബ് തന്നെ നിങ്ങളെ പ്രൊമോട്ട് ചെയ്തോളും. ഇഫ് പ്രൊവൈഡഡ് യു വീഡിയോ ഇസ് ഗുഡ്, യു വീഡിയോ ഹാസ് റിട്ടൻഷൻ റേറ്റ്, നിങ്ങളുടെ വീഡിയോ ഇസ് അബൌട്ട് എ ടോപ്പിക്, യു വീഡിയോ ടെൽസ് എ സ്റ്റോറി, യുവർ ഗുഡ് അറ്റ് ഓൺ ദ ക്യാമറ, യു സേയിങ് സംതിങ് ഗുഡ് ആൻഡ് വിച്ച് ഇസ് യൂസ്ഫുൾ ടു ദ കമ്മ്യൂണിറ്റി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് വരും, വ്യൂസ് വരും, നിങ്ങൾക്ക് എല്ലാം വരും. യൂട്യൂബ് ഇസ് എ പ്ലാറ്റ്ഫോം വെർ anybody with a camera phone can join. ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാൻ പറ്റും. അതിനകത്ത് ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. ഒരു കമ്പനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റും, ഒരു ഇൻഡിവിജ്വലിന് ജോയിൻ ചെയ്യാൻ പറ്റും, ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഇത് വരുമ്പോഴത്തേക്ക് എവ്രിബഡി ഈസ് ഓൺ ദ പ്ലാറ്റ്ഫോം, ഓൺ ദ സെയിം പ്ലാറ്റ്ഫോമാണ്. ആൻഡ് വ്യൂവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാലും എല്ലാവരും കാണുന്നുണ്ട്. നമ്മളെ കാണുന്ന ആൾ തന്നെ വേറൊരു വലിയ യൂട്യൂബറിനെ കാണുന്നുണ്ട്, വേറൊരു ചെറിയ യൂട്യൂബറിനെ കാണുന്നുണ്ട്, വേറെ ബിഗ് കമ്പനീസാണ് യൂട്യൂബിൽ പ്രൊമോട്ട് വീഡിയോസ് ഇടുന്ന ബിഗ് കമ്പനീസിനെ അവർ കാണുന്നുണ്ട്. സോ നമ്മൾ എല്ലാം ആ വ്യൂവറിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് നമ്മളെ ഈ വ്യൂവറിന് ഇഷ്ടപ്പെടത്തില്ല എന്ന്, കാരണം അവർ വേറെ വലിയ കമ്പനീസിൻ്റെ ഇത് കാണുന്നുണ്ട്. അങ്ങനെ വിചാരിക്കരുത്. അവർക്ക് നമ്മൾ ഇഷ്ടപ്പെടും. ഇഫ് വി ആർ ഗിവിങ് ദം സം വാല്യൂ, വി ആർ ഗിവിങ് ദം സം തിങ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള സംഭവം വരുവാണെങ്കിൽ അവർ നമ്മളെ അംഗീകരിക്കും, നമ്മളെ ആയിട്ട് അവർ കണക്ട് ചെയ്യും. അങ്ങനെ ഉള്ള ആൾക്കാരെ യൂട്യൂബ് തന്നെ നമുക്ക് കണ്ടുപിടിച്ച് തരും. യൂട്യൂബ് വിൽ ഫൈൻഡ് ഔട്ട് ആൻ ഓഡിയൻസ് ഫോർ യു. ആലോചിക്കണം, ഇപ്പം എനിക്ക് 200,000 സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ 1 million സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ എൻ്റെ 1000 സബ്സ്ക്രൈബേഴ്സ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം വേറെ ആൾക്കാരുടെ 1000 സബ്സ്ക്രൈബേഴ്സ്. അതാണ് ഡിഫറൻസ്. യുണീക്ക് അല്ല. നമ്പേഴ്സ് ഇപ്പോൾ 1000 രണ്ടുപേർക്കും 1000 സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ രണ്ടുപേരുടെയും സബ്സ്ക്രൈബർ ഇസ് ലൈക്കിങ്സും സബ്സ്ക്രൈബറിൻ്റെ രീതികളും ബിഹേവിയറും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെ യൂട്യൂബ് നമ്മളെ അങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മളെ കോപ്പി അടിക്കാൻ പാടില്ല, നമ്മളെ കോപ്പി ആക്കാൻ പാടില്ല വേറൊരു യൂട്യൂബറിൻ്റെ. നമ്മുടെ സ്വന്തം ക്യാരക്ടർ ആയിരിക്കും. മനസ്സിലാക്കി യൂട്യൂബ് ഇസ് ലൈക്ക് ഫുൾ ജേർണി. നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ കൊണ്ടുനടക്കുന്ന സംഭവമാണ് യൂട്യൂബ്. നമുക്ക് ഫേക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഫേക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ആളിനെ കണക്ക് കുറേ നാൾ ആക്ട് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് എങ്ങനെ പോലും മാക്സിമം കുറച്ച് നാൾ ആക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് നമ്മുടെ റിയൽ ക്യാരക്ടർ പുറത്ത് വരും. അതുപോലെ തന്നെ നമ്മുടെ ക്യാരക്ടർ എന്താണോ അത് റിയലായിട്ട് ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ഓപ്പൺ ആയിരിക്കണം നമ്മുടെ യൂട്യൂബ് ചാനൽ. പല യൂട്യൂബ് ക്യാരക്ടേഴ്സ് ഉണ്ട്, യൂട്യൂബിലുള്ള പല വ്ളോഗേഴ്സ് ഉണ്ട്. അവരുടേതായ സ്വന്തം ക്യാരക്ടർ അനുസരിച്ചിട്ടാണ് അവർ ഫേമസ് ആയതും അവർക്ക് ഇത്രയും വ്യൂവേഴ്സും ഉള്ളത്. ആൾക്കാർ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. നിങ്ങളുടെ ശൈലി നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ലായിരിക്കും, പക്ഷേ വേറെ ഉള്ളവർക്ക് അത് ഇഷ്ടപ്പെടുമായിരിക്കും. സോ അങ്ങനത്തെ ആൾക്കാരെ യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്ത് തരും. നിങ്ങളുടെ വീഡിയോ ഒരു ആൾ കാണുന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ട്രൈ ടു ഫൈൻഡ് ഔട്ട് 10 or 20 or more number of people just like the same person to view a videos. അപ്പോൾ നിങ്ങളുടെ വീഡിയോസ് കാണുന്ന നിങ്ങളെപ്പറ്റി ഫുൾ യൂട്യൂബിന് അറിയാം, നിങ്ങളുടെ വ്യൂവേഴ്സിനെ പറ്റി അറിയാം, നിങ്ങളുടെ വ്യൂവേഴ്സ് ഏതൊക്കെ ചാനൽസിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് അറിയാം, നിങ്ങളുടെ വ്യൂവേഴ്സ് ഏതൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് കാണുന്നുണ്ടെന്ന് അറിയാം. നിങ്ങളുടെ വ്യൂവേഴ്സ് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് പിന്നെ ഏത് കാണുമെന്ന് യൂട്യൂബിന് പ്രഡിക്ഷൻ ഉണ്ടായിരിക്കും. നിങ്ങളുടെ വീഡിയോയിൽ എങ്ങനെ മറ്റ് യൂട്യൂബിൽ ഉള്ള യൂസേഴ്സ് എങ്ങനെ നിങ്ങളുടെ വീഡിയോ ലാൻഡ് ചെയ്ത് അങ്ങനെ അവർക്ക് ഐഡിയ ഉണ്ടാവും. നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണോ അവർ യൂട്യൂബിൽ കാണാൻ തുടങ്ങുന്നത്, നിങ്ങളുടെ വീഡിയോയ്ക്ക് വേണ്ടി അവർ കാത്തിരിക്കുന്നുണ്ടോ, അത് നിങ്ങളുടെ വീഡിയോ ഏറ്റവും അവസാനമാണോ അവർ കാണുന്നത്, അങ്ങനെ ഒരുപാട് കൈൻഡ് ഓഫ് ഡിഫറെൻറ്റ് തിങ്സ് ഉണ്ട് യൂട്യൂബിൽ അനലൈസിസ്. അത് വെച്ചിട്ടാണ് അവർക്ക് മനസ്സിലാവും. ആൻഡ് വൺസ് യു സ്റ്റാർട്ട് അപ്ലോഡിങ് കണ്ടന്റ് നിങ്ങൾ ചെയ്യേണ്ട വേറൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഉണ്ട്. അത് ഞാൻ നെക്സ്റ്റ് പറയാൻ പോകുന്നത്.
നമുക്ക് പേടി ഉണ്ടാവരുത്. വി ഡോണ്ട് ഹാവ് ടു ബി അഫ്രൈഡ്. പേടി എന്ന് വെച്ചാൽ ആരെന്ത് പറയും, ആൾക്കാരെന്ത് പറയും, ബാക്കിൽ ഇവിടെ ആരെങ്കിലും ഉണ്ടോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ, ആരെങ്കിലും നമ്മൾ നോക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ വിചാരിച്ച് നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ മറന്നു അതിൻ്റെ ഇടയ്ക്ക്. ബിക്കോസ് നമ്മുടെ മനസ്സിൽ മൾട്ടിപ്പിൾ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ മറന്നു. സോ വേറെ ഒന്നും ചിന്തിക്കരുത്. ജസ്റ്റ് തിങ്ക് അബൌട്ട് ദ ടോപ്പിക്. നമ്മൾ എന്താ പറയാനുള്ളതെന്ന് ആലോചിക്കുക. സ്ക്രീനിൽ നോക്കരുത്. ജസ്റ്റ് ക്യാമറ നോക്കുക. ക്യാമറ നോക്കി ടക്ക് 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 എന്ന് ഫുൾ കാര്യങ്ങൾ പറഞ്ഞു തീർക്കുക. എത്ര വേണമെങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോ. നിങ്ങൾ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങളൊരു 100 ക്ലിപ്സ് എടുക്കുക. നിങ്ങളുടെ തന്നെ 100 ഞാൻ പറഞ്ഞതേ ഉള്ളൂ. യു ക്യാൻ ടേക്ക് 50, 100, 150 എത്ര ക്ലിപ്സ് നിങ്ങൾ കോൺഫിഡൻ്റ് ആവുന്ന അത്രയും ക്ലിപ്സ് എടുക്കുക. എടുത്തിട്ട് അൺലെസ് യുവർ കോൺഫിഡൻറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യരുത്. നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം. നിങ്ങൾക്ക് എന്തൊക്കെയാണ് അതിൽ വരുന്ന ഫോൾട്ട്, നിങ്ങൾ എന്തൊക്കെയാണ് അതിൽ വേറെ യൂട്യൂബേഴ്സ്, സക്സസ്ഫുൾ യൂട്യൂബേഴ്സ് ചെയ്യുന്നത് എന്നോടനുസരിച്ച് നിങ്ങൾ ചെയ്യാത്തത് എന്നൊക്കെ മനസ്സിലാക്കി ജസ്റ്റ് ക്ലിയർ എവറിത്തിങ്. ആൻഡ് വൺസ് യു കോൺഫിഡൻറ്റ് അപ്ലോഡ് ദ വീഡിയോ. ദിസ് നീഡ് ടു ടേക്ക് ടു ലോങ്. ബിക്കോസ് നമ്മൾ കോൺഫിഡൻ്റ് ആണോ അല്ലയോ എന്നൊക്കെ സെർച്ച് ചെയ്ത് നമ്മൾ ഒരു വർഷം 6 മാസം 7 മാസമൊക്കെ നമ്മൾ കളയാം. അങ്ങനെയൊന്നും ചെയ്യരുത്. ജസ്റ്റ് ടേക്ക് 1 or 2 weeks ടൈം. ഇത് സെറ്റ് ചെയ്തിട്ട് ജസ്റ്റ് കമ്മിങ് ടു യൂട്യൂബ്. ജസ്റ്റ് ലുക്ക് അറ്റ് ദ ക്യാമറയെ നോക്കി സംസാരിക്കുക. ക്യാമറ നോക്കി സംസാരിക്കുമ്പോൾ മെയിൻ ഗുണം എന്ന് വെച്ചാൽ യു വിൽ ഫീൽ ലൈക്ക് യു ആർ ടോക്കിംഗ് ടു ദ ഓഡിയൻസ്. നമ്മുടെ കണ്ണി നോക്കി സംസാരിക്കുന്നതൊക്കെ നമുക്ക് തോന്നും. നിങ്ങൾ ഒരിക്കലും സ്ക്രീനിൽ നോക്കി സംസാരിക്കരുത്. സ്ക്രീനിൽ നോക്കി സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണ് വേറെ സ്ഥലത്തോട്ടായിരിക്കും നിങ്ങളുടെ വീഡിയോ കാണുമ്പോഴത്തേക്ക്. സോ ഇത് എക്സാമ്പിളാണ്. വൺ ഓഫ് ദി മെയിൻ തിങ് നമ്മൾ ക്യാമറയെ നോക്കി സംസാരിക്കുമ്പോഴും പിന്നെ സ്ക്രീനിൽ നോക്കി സംസാരിക്കുമ്പോഴുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ സ്ക്രീൻ നമ്മളെ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു 0.001% ഓഫ് എ സെക്കൻഡ് നമ്മൾ കൂടുതൽ നോക്കും സ്ക്രീനിൽ. ബട്ട് ദാറ്റ് ഈസ് വെരി ഓക്വേർഡ്. അത് നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങളിങ്ങനെ നോക്കുന്നു, വെയിറ്റിംഗ് ഫോർ യുവർ റെസ്പോൺസ് എന്നൊക്കെ ഉള്ള രീതിയിൽ അറിയാൻ പറ്റും. നമ്മുടെ സ്ക്രീനിൽ തന്നെ നമ്മളെ തന്നെ എങ്ങനെയാണ് കൊള്ളാവോ ഇല്ലയോ നമ്മൾ കോൺസ്റ്റൻ്റ് വിലയിരുത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ദാറ്റ് ക്രിയേറ്റ്സ് എ ലാഗ്. ഒരു ചെറിയ ലാഗ് ഉണ്ടാവും. ചെറിയ ലാഗ് എന്ന് വെച്ചാൽ ഒരു 0.1 സെക്കൻഡ് അത്രയൊക്കെ ഉള്ളൂ. ബട്ട് വ്യൂവറിന് അത് അറിയാൻ പറ്റും. ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മുടെ വീഡിയോ ഒരു 10 മിനിറ്റൊക്കെ കാണുമ്പോഴത്തേക്ക് പുള്ളിക്കാരന് അറിയാൻ പറ്റും. പിന്നെ നമ്മുടെ റിട്ടൻഷൻ റേറ്റ് ഭയങ്കരമായിട്ട് കുറയാൻ സാധ്യതയുണ്ട്. ബിക്കോസ് ആരും കാണത്തില്ല. ദേ ഡോണ്ട് സ്റ്റിക്ക് ഓൺ ദി വീഡിയോ ബിക്കോസ് അവർക്കറിയാം യു നോട്ട് ഷുവർ വാട്ട് യു ആർ സ്പീക്കിംഗ്. ബിക്കോസ് യു ആർ ട്രൈങ് ടു ചെക്ക് ആഫ്റ്റർ ഈച്ച് ആൻഡ് എവറി വേർഡ് നമ്മൾ ചെക്ക് ചെയ്യണം. ഇസ് ഇറ്റ് ഗുഡ്, ഇസ് ഇറ്റ് ബാഡ് എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. പക്ഷേ അത് ഡേഞ്ചറസ് ആണ്. അങ്ങനത്തെ ഒരു ഇത് വരരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്യാമറ നോക്കി മാത്രം സംസാരിക്കുക എന്ന്. ഓക്കെ.